ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബീനു ലച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചലഞ്ച്. എന്നാൽ കുറേ പേര് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പം ചലഞ്ചിൻ്റെ പേരാണ് ഗെസ് ദ ചൈൽഡ്ഹുഡ് സിനി ആർട്ടിസ്റ്റ് ചാലഞ്ച്. ചലഞ്ച് ഒന്നുമില്ല, നമ്മൾ കുറേ ഫിലിം ആക്ടേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസ്, ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഞാനും എടുത്തിട്ടുണ്ട്, ചേച്ചി എടുത്തിട്ടുണ്ട്. അപ്പം ചേച്ചി കാണിക്കുന്നത് ഞാൻ ഗെസ് ചെയ്യുക, ഞാൻ കാണിക്കുന്നത് ചേച്ചി ഗെസ് ചെയ്യുക. നമ്മൾ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ലാസ്റ്റ് വിന്നറിനെ പറയുന്നത്. അത്രയുള്ള ഗെയിം, വളരെ സിമ്പിൾ ഗെയിമാണ്. എന്നാൽ നമുക്ക് അറിയാവുന്ന, ഞാൻ എടുത്തത് തന്നെയാണോ ചേച്ചി എടുത്തതെന്ന് എനിക്കറിയില്ല. സെയിം ഉണ്ടായിരിക്കണം അല്ലേ? അപ്പം നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാം. ഓരോരുത്തരായിട്ട് അങ്ങ് പോവാം. അങ്ങനെ പോവാം. ഫസ്റ്റ് റൗണ്ട് ചേച്ചിയുടെ എൻ്റെ അടുത്ത് ചോദിക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചു ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് ചേച്ചി, മൂത്തവരാദ്യം ചോദിക്കട്ടെ. ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. കാര്യം എനിക്ക് അറിയത്തില്ല, ഞാൻ ഭയങ്കര നോക്കിയിട്ടൊന്നും അല്ല എടുത്തത്. ഐ തിങ്ക് മേ ബി അറിയുമായിരിക്കില്ല, എനിക്കറിയില്ല, നോക്കാം. അതാണ് സിനി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ മലയാളം മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് ഉണ്ട്, മെയിലും ഫീമെയിലും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആള് നിങ്ങൾക്ക് അവിടെ കാണിക്കുമായിരിക്കും. ആള് നിങ്ങൾ കാണിച്ചു തരാം. കിട്ടി ഗൈസ്, ജയൻ രവി. അയ്യോ ഗൈസ്, അത് ഇച്ചിരി കുറച്ച് എളുപ്പമായിരുന്നു എന്നൊരു ഡൗട്ട്. അത് ഞാനല്ലേ? അത് ഞാൻ. ഓക്കെ, ഇത് മെയിലല്ലേ? മെയില. മലയാളമാണോ? മലയാളം. കുഴപ്പിച്ചു. A few moments later. കറന്റ് ജീവിച്ചിരിക്കുന്ന ആള് തന്നെ. ഇപ്പൊ മുള്ളി ചോദിച്ചിരിക്കുന്നു തോന്നുന്നു. എനിക്കൊരു പിടിയില്ല. ഫൈനൽ ഓപ്ഷനാണ്. എനിക്ക് 2 പോയിന്റ് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് നോക്കാം കേട്ടോ. തേർഡ് വൺ. ഇതെനിക്കറിയാം, ഞാൻ കണ്ടു ഗൈസ്. ഇത് നമ്മുടെ സ്വന്തം ടോവിനോ തോമസ്. ഇന്ന് എന്റെ ദിവസമാണ് ഗൈസ്, ഇന്ന് എന്റെ ദിവസമാണ്. എനിക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഗൈസ് സന്തോഷിക്കേണ്ട സുദിനമാണ്. അപ്പൊ അതിന്റെ അടുത്ത ചോദ്യം ചോദിക്കാം കേട്ടോ. ഇത് ഞാൻ തന്നെ സ്കോർ ചെയ്യും. കമോൺ. ഇത് ഭയങ്കര പാടല്ല, ഞാൻ അങ്ങനെ അത്ര നോക്കിയിട്ടൊന്നല്ല. ശരിയാക്ക് അറിയാവുന്നൊരു ഫീമെയിൽ ആക്ട്രസ് ആണ്. ക്ലൂ ഒന്നും കൊടുക്കാൻ പാടില്ല, പിന്നെ 1 പോയിന്റെങ്കിലും കിട്ടട്ടെ. ഞാനിപ്പോ 3 പോയിന്റ് നേടിയില്ലേ. പക്ഷെ വിന്നറിന് പ്രൈസ് ഒന്നും തീരുമാനിച്ചില്ല. എന്തായിരുന്നു എനിക്ക് കിട്ടിപ്പോയനെ. ആരാന്ന് പറ. സംയുക്തവർമ്മയാണോ? കഴിഞ്ഞോ? ഓ, ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മ വന്നില്ല. എങ്ങനെ തരുമ്പോ 4 പോയിന്റ് ആയില്ലേ? ഇനി ഞാൻ കടുപ്പിക്കാതെ രക്ഷയില്ല. ഇതാണ് ഗൈസ്. ഭയങ്കര പഴയ ആളാണോ? അല്ല, പുതിയ ആള്. ജീവിച്ചിരിപ്പുണ്ട്. ഐ മീൻ ഭയങ്കര പ്രായമുള്ള ടോവിനോ ആ ഏജ് ഉള്ളതാണ്, അതിന് മുമ്പുള്ളവരാണോ? ആയിരിക്കും. മോഹൻലാൽ ഒക്കെ അങ്ങനെയല്ല, ഇപ്പോഴും കറന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട് സിനിമയിൽ. അതെനിക്കറിയാം. അല്ലാണ്ട് ടോവിനോ ഭയങ്കര പ്രായമുള്ള ആളല്ല. മണിയമ്പിള്ള രാജു അല്ല. സാരല്ല, 1 പോയിന്റ് അല്ലേ എടുത്തോട്ട്. 4-1. നമ്മളിപ്പോ മെയില് ഫീമെയിലൊക്കെ കഴിഞ്ഞല്ലേ, നമുക്ക് എന്നാലും ഒരു ഫീമെയിലിനെ പിടിച്ചു നോക്കാം. പറയട്ടെ. സ്നേഹ, തമിഴ് ആക്ട്രസ്. പറഞ്ഞു ഗൈസ്, കണ്ടപ്പോഴേ 2 പോയിന്റ്. 4-2. ഞാൻ തോറ്റു, എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം. അയ്യോ, ഇത് നമ്മുടെ
നല്ല ഇടക്കിരിക്കുന്നത്. ഇതാരും ഞങ്ങളെ കസിൻ ചേട്ടൻ്റെ ഇടക്കിരിക്കുന്നത്. അവരെ പഴയ ഫോട്ടോ എല്ലാം കൊണ്ടുവന്നിക്കോണോ? അല്ല, അങ്ങനെ എന്തായാലും ഞാൻ കൊണ്ടുവരില്ല. ഇത് ഇപ്പോഴത്തെ ആളൊന്നും ആയിരിക്കില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയില്ലേ? എന്റെ പോയിന്റ് എല്ലാം പോകുന്നത്. നേരത്തെ കുഞ്ചാക്കോവനല്ല, ഇത് കുഞ്ചാക്കോവനല്ല. ആരായിരിക്കും? എനിക്ക് അറിഞ്ഞൂടാ. മലയാളമാണോ? മലയാളിയാണ്. അമ്മേ, മലയാളമാണോ? ഈ കുത്തുള്ളതാണോ? ആ, അതിനകത്തുള്ളത് തന്നെ, പടത്തിലുള്ളത് തന്നെ. പുള്ളിക്ക് ഉണ്ടാവുന്ന എനിക്കറിയില്ല. വിനയ് ഫോട്ടോ അല്ല. അല്ലേ? അല്ല, രമേശ് പിഷാരടി. അയ്യോ, ആനകൾ കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. തന്നെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് കത്തിയില്ല കേട്ടാ, പറഞ്ഞപ്പോ മനസ്സിലായി. 4 and 3. അയ്യോ ഗൈസ്, കൊള്ളാം കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ഇനി എന്നാ അതിന്റെ അടുത്തത്? എനിക്ക് ഞാൻ കടിപ്പിക്കും. ഞാൻ കടിപ്പിച്ച കണ്ടുപിടിക്കോ ഗൈസ്? ചിലപ്പം നമുക്ക് നോക്കാം. എന്നാലും ഒരു ഫീമെയിലിനെ കൊടുക്കാം. സൂമൊന്നും നോക്കല്ലേ. മലയാളിയാണോ? അല്ല, തമിഴായിട്ട്. നയൻതാരയാണോ? സമന്ത. ഗൈസ്, എനിക്ക് 5 പോയിന്റ് ഗൈസ്. അല്ലേ? വിജയ്. ഇത് സൂര്യാണ് ഗൈസ്. എനിക്കറിയാം ഇത് സൂര്യാണ്. അയ്യോ സത്യമായിട്ട് ഇത് സൂര്യ. എനിക്കറിയാം ഇത് സൂര്യാണ്, പക്ഷെ പറ്റില്ല. അയ്യോ ഗൈസ്, എനിക്കിത് സൂര്യാന്ന് അറിയാം. എനിക്കൊരു പോയിന്റ് സൂര്യാന്ന് അറിയാം. ഇനി മേളിൽ കിടന്ന് അലറല്ലത്. അയ്യോ, എനിക്കറിയായിരുന്നു ഗൈസ് ഇത്. So 4 and 5. എനിക്ക് 5 ആയി. എനിക്ക് 5, യാക്ക് 3. 3 അല്ല, നേരത്തെ 3 ആയിരുന്നു ഓൾറെഡി. ഇപ്പൊ 5 4. അയ്യോ ഗൈസ്, ഇനി എന്ത് ചെയ്യും നമ്മൾ? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല? നെക്സ്റ്റ് പറഞ്ഞു ഗൈസ്. 5. നെക്സ്റ്റ് അല്ലല്ലേ? തമിഴല്ലേ? തമിഴുണ്ട്, മലയാളമുണ്ട്. പെണ്ണാണോ? ഇത് ഏത് പെണ്ണുക? പ്രായമുള്ളവരാണോ? അല്ല. അല്ല. ഇപ്പൊ സൂം ചെയ്യാൻ പറ്റില്ല. ഈ മുഖം തുണ്ടിലൂടെ പെണ്ണ് ഗൈസ്. കഴിഞ്ഞ ചലഞ്ച് ചേച്ചി ഇതെങ്കിലും ഞാൻ ജയിക്കണ്ടേ? പക്ഷെ ഞാൻ ആദ്യമേ സ്കോർ ചെയ്ത്. പെണ്ണ്, ഫീമെയിൽ, മലയാളം. മീര ജാസ്മിനാണ്. കീർത്തി സുരേഷ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഗൈസ്. അയ്യോ, ഇനി എൻ്റെ ഉള്ളതെല്ലാം So 6 and 5. എനിക്ക് 6, നിനക്ക് 5. അടുത്തത് ഗൈസ്. ഞാൻ ശ്രീനിവാസ്. ഇതെല്ലാം പറയുന്നു എന്റെതെല്ലാം. ഞാനിനി എന്തെടുത്ത് കാണിക്കും? എന്റെ എല്ലാം പറയുന്നു. എന്റെ കയ്യിലെല്ലാം സിമ്പിൾ ആയിരുന്നു കേട്ടോ. 7 6 അല്ലേ? 7 5. ഓക്കെ, അടുത്തത്. എന്റെ എല്ലാം സിമ്പിൾ ഗൈസ്. അയ്യോ, ഇതൊക്കെ പഴയ ആള്. ഇത് ഇത്ര പഴയവരെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മധുവിന്റെ ഫോട്ടോ ആദ്യം കാണിച്ച ആളാണോ പറയുന്നത്? ഇതിൽ എത്ര പ്രായമില്ല. മധു. ഇത് ആർക്കറിയാലോ മധുവിനെയൊക്കെ. എനിക്ക് ഇവരെയൊന്നും അറിഞ്ഞൂടാ. ഇവരെ അറിയാതിരിക്കാനൊന്നുമല്ല, തമിഴാണ്. തമിഴോ? മലയാളമേ എനിക്ക് അറിഞ്ഞൂടാ. തമിഴിൽ പോയി പിടിച്ചിരിക്കുന്നു. കമൽഹാസൻ. ഞാൻ കേറി വന്നിരിക്കുകയാണ്. 6 7. അപ്പൊ എനിക്ക് 6, ചേച്ചിക്ക് 7. പക്ഷെ ഇന്ത്യയിലുള്ള ഫോട്ടോയിൽ ഞാൻ കുറിച്ച് പറയും. അതുകൊണ്ട് എനിക്ക് വിശ്വാസവും പോലെ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഗൈസ്. പാടുള്ളത് ഇനി എവിടാണെന്ന് തപ്പെടുക്കണമല്ലോ. എങ്ങനെ തപ്പെടുക്കും? എടുത്തു വെച്ചിരിക്കുന്നത് 10 കാണിക്കാൻ തന്നെയാണ്. സൂമാക്കി തരണ്ടേ? പോളി. പറഞ്ഞില്ല, എന്റെ എല്ലാം എളുപ്പമുള്ളതാ. അയ്യോ ഗൈസ്, ഇത് പോവും. ബാപ്പച്ചിങ്ങനാണോ? ദുൽഖർ. കറക്റ്റ്. 7 അല്ല 8 7 ആയി. ഞാൻ തിരിച്ച് പിന്നെ കാണിച്ചായിരുന്നു. നമിത. എനിക്ക് പേര് മാറിപ്പോയത്. അതെ, എനിക്ക് ഞാനും വിജയ് പറഞ്ഞു തെറ്റിച്ച് സൂര്യ നമിത എന്ന് പറഞ്ഞോ? പോയിന്റ് ഇല്ല. ഞാനും വിജയ് എന്ന് പറഞ്ഞിട്ട് സൂര്യ എന്ന് പറഞ്ഞു. എനിക്ക് പോയിന്റ് അതില്ല. ഞാൻ അങ്ങനെയല്ലോ. നമിത എന്ന് പറഞ്ഞോ?
പോയിന്റിനെ പറ്റില്ല, ഞാൻ വിജയ് പറഞ്ഞിട്ട് സൂര്യാക്കി. Okay, ആ, guys, കെഞ്ചി വാങ്ങിച്ചു ഗൈസ്. ഈക്വൽ ആയില്ലേ? 8-8. അത് ആരാന്ന് പറ? നദിയാൻ പോയത് എനിക്കറിയായിരുന്നു. അറിയായിരുന്നു കേട്ടോ, പേര് മാറിപ്പോയത് എന്റെ ഭാഗ്യം. ഓക്കെ, ഇനി എന്റെ അല്ലേ? അയ്യോ, ഇത് കാർത്തി. എനിക്കറിയാം കാർത്തിനെ എനിക്കറിയാം. 9 and 8. 9-8. മലയാളിയാണോ? പണച്ചിക്ക് നല്ലതാണോ? ഇപ്പൊ എത്ര 9, 10 and 8. വാവ്. ഇനി ഞാൻ ആരെ പിടിക്കാൻ കഴിയും? ഒരാളുണ്ട്. ഇനി എനിക്ക് ഒരാളും കൂടെ ഉള്ളു. അയ്യോ, ഇതാര്? മലയാളമാണോ? അയ്യോ, ഇത് ഭയങ്കര പഴയത്. സമൃദ്ധ സുനിൽ. ഞാൻ ജയിച്ചു. എന്നാലും എന്റെ കയ്യിലുള്ള ഒരാളും കൂടെ ഉണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആട്ടോ. ഈ ഫോട്ടോസൊക്കെ കൊച്ചു കണ്ടിട്ടുണ്ടോ? എന്നാലും ഒന്ന് ചുമ്മാ ചോദിക്കാം. കണ്ടോ? കൊച്ചിനറിയാവുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ 11 ഫോട്ടോസ് ഇട്ടിട്ട് എങ്ങാനും കൊച്ചു സെയിം ആയിട്ട് ഫോട്ടോ എങ്ങനെ എടുത്താലോ. അപ്പം എന്താണ്, ഞാൻ എടുത്ത ടോവിനോട് അതേ ഫോട്ടോ എടുത്ത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കത്തിയത്. ഞാൻ ടോവിനോയെ നോക്കിയായിരുന്നു. അപ്പൊ ഗൈസ്, ഗെസ് ദ ചൈൽഡ്ഹുഡ് സിനി ആർട്ടിസ്റ്റ് ചലഞ്ച് എന്ന ഗെയിം ജയിച്ചതാരാണ്? അങ്ങോട്ട് ഒച്ചത്തിൽ പറ. Guys, ഞാൻ ജയിച്ചിരിക്കുന്നു. പോയിന്റ് കൂടെ പറ. 12-8. അയ്യോ, എനിക്ക് വയ്യ, ഞാനിങ്ങ് ജയിച്ചു ഗൈസ്. ഗിഫ്റ്റ് സർപ്രൈസ് വല്ലോ എന്തെങ്കിലും ഉണ്ടോ? വൈൻഡപ്പ് ചെയ്യാനാണോ? കഴിഞ്ഞില്ലേ? എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഗിഫ്റ്റ് ഒന്നുമില്ല, ചുമ്മാ വെറുതെ ചലഞ്ച്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോ കളിച്ചു നോക്കാറുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കളി കണ്ടുപിടിച്ച് കളിക്കാറുണ്ട്. വെറുതെ ഒരു കളി. കുഴപ്പമില്ല ഗൈസ്, ഞാൻ എന്തായാലും ജയിച്ചല്ലോ. എനിക്ക് ഗിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഗൈസ് പറയട്ടെ വൈൻഡപ്പ്. അപ്പൊ ഗൈസ്, ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതേപോലത്തെ ചലഞ്ചസും ബാക്കി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ അത്രയുള്ളൂ. ബൈ.